നമസ്കാരം. മെഡിവേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമുക്ക് വേണ്ടത് രോഗങ്ങളെ എതിർക്കാനുള്ള ശക്തിയാണ്. അതിനായി രാവിലെ തന്നെ പുത്തുണർവുള്ള ഒരു ചായയായാലോ? തുളസിയാണ് അതിനുത്തമം. തുളസി ചെടിയുള്ളിടത്ത് അസുഖം വളരെ കുറവായി കാണുന്നു. തുളസി അസുഖം വരുത്തുന്ന ബാക്ടീരിയകളെ വെളിയിൽ തള്ളുന്നു. ജലദോഷം, കഫക്കെട്ട്, ചുമ, പനി എന്നിവ ഉള്ള സമയങ്ങളിൽ തുളസി കഴിക്കുകയാണെങ്കിൽ വേഗം ഭേദമാവുന്നത് കാണാറുണ്ട്. സ്കിൻ പ്രോബ്ലങ്ങൾക്കൊക്കെ തുളസി അത്യുത്തമമാണെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. ആൻറ്റി ബാക്ടീരിയലായും ആൻറ്റി ഫംഗലായും ഒക്കെ തുളസി ഉപകാരപ്പെടുന്നു. അതിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി അനാൽജസിക് ശരീരത്തിലെ വീക്കം കുറയാനും സഹായിക്കുന്നു. ഇതിലുള്ള ആൻറ്റിപൈററ്റിക് പനി ഇല്ലാതാക്കാനും പനി കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. തുളസി ഉണക്കി പൊടിച്ച് ശരീരത്തിൻ്റെ മടക്കുകളിൽ തേച്ചാൽ വിയർപ്പിൻ്റെ മണം ഉണ്ടാവുന്നില്ല. സ്ട്രെസ്സ് അധികമുള്ള കാലഘട്ടങ്ങളായതുകൊണ്ട് സ്ട്രെസ്സ് കുറയ്ക്കാനും മാനസികാരോഗ്യത്തിനും മനസമാധാനമൊക്കെ കിട്ടും തുളസി കഴിക്കുമ്പോൾ. ഇനി നമുക്ക് തുളസി ചായ ഉണ്ടാക്കാം. ഒരു കപ്പ് വെള്ളത്തിൽ കുറച്ച് തുളസി ഇലയിട്ട് തിളപ്പിക്കുക. നന്നായി തിളച്ച വെള്ളത്തിൽ കുറച്ച് ചായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ല തിളച്ച പാലൊഴിച്ച് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫായി കുറച്ച് നേരം മൂടി വയ്ക്കുക. അരിച്ചെടുത്ത് നല്ല മണമുള്ള ചായ കുടിക്കാം. ചായ കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് തുളസി കഴുകി കുടിക്കുന്ന വെള്ളത്തിലിട്ട് നന്നായി തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് കുറേ നേരം കഴിഞ്ഞ് അതെടുത്ത് കുടിക്കാവുന്നതാണ്.